വിവോയുടെ ഏറ്റവും പുതിയ V70 സീരീസിൽ രണ്ട് സ്മാർട്ട് ഫോണുകളാണ് പുറത്തിറക്കുന്നത്. വിവോ V70 എലൈറ്റും വിവോ V70. രണ്ട് ഫോണുകളുടെയും ബോക്സിനകത്ത് കേസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആദ്യമായിട്ട് V സീരീസിൽ ഒരു എലൈറ്റ് എന്ന പേരിൽ ഒരു ഫോൺ കൊണ്ടുവന്നിരിക്കുന്നു. രണ്ടിലും A to C ചാർജിംഗ് കേബിൾ, സിം ഇജക്ടർ പിൻ. യെസ്, ഇത് വിവോ V70 എലൈറ്റും ഇത് വിവോ V70. കാഴ്ചയ്ക്കും ഇതിന്റെ വെയിറ്റിലോ തിക്നെസ്സിലോ ഒന്നും യാതൊരു വ്യത്യാസവും ഈ രണ്ട് ഫോണുകളും തമ്മിൽ വരുന്നില്ല. ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് ഈ സ്മാർട്ട് ഫോണുകളുടെ പ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത്. ഇവിടെ വിവോ V70 എലൈറ്റും V70 തമ്മിൽ അതിന്റെ ആ ഒരു പ്രോസസ്സറിന് മാത്രമാണ് വ്യത്യാസം. ബാക്കിയെല്ലാം ക്യാമറ ആയാലും ബാറ്ററി ആയാലും ഡിസ്പ്ലേ ആയാലും ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം ഒറ്റ നോട്ടത്തിലെല്ലാം സെയിം തന്നെയാണ്. ഇനി നമുക്ക് വിവോ V70യുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഗ്ലാസ് ബോഡി കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ കാണുന്ന ഫ്രെയിം എന്ന് പറയുന്നത് മെറ്റാലിക് ഫ്രെയിം ആണ്. എയറോസ്പേസ് ഗ്രേഡ് അലുമിനിയം കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അത്രയും ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ഈ ക്യാമറ മോഡിലൊക്കെ നോക്കി വലിയ പ്രൊജക്ഷൻ ഒന്നുമില്ല. മൊത്തത്തിൽ കാണാൻ നല്ല ലുക്ക് ഉണ്ട്. അതുപോലെ 6.59 ഇഞ്ചാണ് ഈ ഒരു ഫോണിന്റെ സ്ക്രീൻ സൈസ്. സാധാരണ 6.78 ഇഞ്ചാണ് ഇപ്പോൾ വരുന്ന മിക്ക ഫോണുകൾ. അതുകൊണ്ട് തന്നെ ഒരു അല്പം കോമ്പാക്ട്, ഒരുപാട് കോമ്പാക്ട് അല്ല. ഒരുപാട് കോമ്പാക്ട് ആണെങ്കിൽ 6.3 ഇഞ്ച് വേണം. ഇത് 6.59 ഇഞ്ചിലേക്ക് മാറി. അതുപോലെ തിക്നെസ്സും ഒരുപാടൊന്നുമില്ല, 7.5 മില്ലിമീറ്ററേ ഉള്ളൂ. 194 ഗ്രാം വെയിറ്റ് മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസ് കണ്ടില്ലേ, ഈ ഒരു സൈഡൊക്കെ ഒരു ഫ്ലാറ്റ് ആണ്, ഒരു ബോക്സി ഡിസൈനാണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇൻ ഹാൻഡ് ഫീലൊക്കെ കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിൽ 3 ക്യാമറ ഉണ്ട്. സെയ്സിന്റെ ട്യൂണിങ് ക്യാമറയിൽ ഉണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. അതുപോലെ ഇവിടെ ഒരു റിംഗ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് കോളൊക്കെ വരുമ്പോൾ ഇതിനകത്ത് നിന്ന് തന്നെ അറിയാൻ സാധിക്കുന്ന രീതിയിൽ ലൈറ്റ് കത്തും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വിവോ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ബിൽഡ് ക്വാളിറ്റി മൊത്തത്തിൽ കൊള്ളാം. ഇനി നമ്മൾ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കി, ആ ഒരു വാൾപേപ്പറിലെ അനിമേഷനൊക്കെ കണ്ടില്ലേ, അടിപൊളിയാണ്. പുതിയ ഇവരുടെ ഫൺ ടച്ച് OS മാറി പകരം ഒറിജിനൽ OS വന്നപ്പോൾ ഒരുപാട് വിഷ്വൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഈ ഡിസ്പ്ലേയുടെ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് വളരെ തിൻ ബെസലുകളാണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതും യൂണിഫോം സൈസാണ്. 4 സൈഡിലും വളരെ തിന്നായിട്ടുള്ള ബെസലാണ്. ഫ്ലാറ്റ് ഡിസ്പ്ലേ, AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. പക്ഷേ ഇത് LTPO റിഫ്രഷ് റേറ്റ് അല്ല, 60 ഹെർട്സ് ടു 120 ഹെർട്സ് മാത്രമാണ് ഇതിന്റെ ഒരു വേരിയിങ്. 1 to 120 ഹെർട്സ് വേരിയിങ് അല്ല. ഫിംഗർ പ്രിന്റ് പൊസിഷൻ അടിപൊളിയാണ് എന്നുള്ളത് മാത്രമല്ല, ഇത് അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് അൺലോക്കിംഗ്. അതുപോലെ ഇതിന്റെ ഒരു മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 5000 നിറ്റ്സ് ആണ്. അപ്പോൾ എന്തായാലും ഡിസ്പ്ലേ വിഭാഗം ടോപ്പ് ആണെന്ന് പറയേണ്ടി വരും. HDR10+ന്റെയും HDR-ന്റെ ഒക്കെ സപ്പോർട്ടും ഒക്കെ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. യൂട്യൂബിൽ നമുക്ക് HDR സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലും HDR സപ്പോർട്ട് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന് പറയുന്ന പ്രോസറാണ്. ഇത് നോർമലി ഈ ഒരു പ്രോസറിന് ഏതാണ്ട് 1.6 ഒക്കെ AnTuTu സ്കോർ ലഭിക്കുന്നതാണ്. നമുക്കിവിടെ ഈ ഒരു ഫോണിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം 1.36 AnTuTu സ്കോർ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നമ്മളിവിടെ ചെയ്ത് നോക്കി. അങ്ങനെ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് ഒന്നുമില്ല. 89% ആണ് അതിന്റെ ഒരു ത്രോട്ട്ലിംഗ് റിസൾട്ടും വന്നിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഒരു ബേസ് വേരിയന്റ് വന്നിട്ട് 8GB റാമും 256GB ഇന്റൽ സ്റ്റോറേജിലുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ LPDDR5X റാമും UFS 4.1 ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ പെർഫോമൻസ് വൈസ് ആ കാര്യങ്ങളെല്ലാം അതിന്റെ സ്പെക് വൈസ് എല്ലാം കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ BGMI എക്സ്പീരിയൻസ് ചെയ്യുന്നത് V70 എലൈറ്റ് എന്ന് പറയുന്ന ഡിവൈസിലാണ്. ഗ്രാഫിക്സ് സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസ്, അതായത് 90 FPS ഗെയിം പ്ലേ സാധ്യമാണ്. സ്മൂത്ത് ആയിട്ടുള്ള എബോ ആവറേജ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഡിവൈസിൽ നിന്ന് കിട്ടുന്നത്. കാഷ്വൽ ഗെയിമിങ്ങിനൊക്കെ ഓക്കെ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിട്ട് തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ തോന്നിയത്. എല്ലാ മാപ്പിലും എബോ ആവറേജ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ തരുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് പെർഫോമൻസ് ബൂസ്റ്റിനായിട്ടും ഗെയിമിംഗ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ഓപ്ഷൻസും ഗെയിം ടൂൾസും തന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് പലപ്പോഴും 12GB റാം 256GB ആണ്. ഇവിടെ 8GB റാം ആണ് ബേസ് വേരിയന്റ് എന്നുള്ളത് ഓർക്കേണ്ടതാണ്. ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6500 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത് രണ്ട് ഫോണിനകത്തും അതെല്ലാം സെയിം ആണ്. പ്രോസസറിന്റെ കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു ഫോൺ V70 ആയിട്ട് വ്യത്യാസം വരുന്നത്. V70 വന്നിട്ട് 7s Gen 4 എന്ന് പറയുന്ന പ്രോസസർ, അതായത് കഴിഞ്ഞ വിവോ V60 നൽകിയിരിക്കുന്ന 7s Gen 4 ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ V70 എലൈറ്റിലേക്ക് വരുമ്പോൾ അത് 8s Gen 3 എന്ന പ്രോസസറിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പെർഫോമൻസ് വൈസ് ഹൈക്ക് മാത്രമാണ് 70 എലൈറ്റിലുള്ളത്. ബാക്കിയെല്ലാം ഈ ഒരു V70യും V70 എലൈറ്റും സെയിം ആണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ BGMI എക്സ്പീരിയൻസ് ചെയ്യുന്നത് V70 എന്ന് പറയുന്ന ഡിവൈസിലാണ്. ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിൽ മാത്രമാണ് ഈ ഒരു ഡിവൈസിൽ ഗെയിം പ്ലേ സാധ്യമാവുന്നത്. എബോ ആവറേജ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സെറ്റിംഗിലും ഈ ഒരു ഡിവൈസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. വലിയ ലാഗോ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യുന്നില്ല. എല്ലാ മാപ്പിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ തരുന്നുണ്ട്. കൂടാതെ ഇതിലും നമുക്ക് പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാനായിട്ട് ബൂസ്റ്റ് മോഡും ഒരുപാട് ഗെയിമിംഗ് ടൂൾസും
പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ് ഫോൺ സപ്പോർട്ട് നൽകുന്നതും. ഈ ഫോണിന്റെ ബോക്സിൽ 90 വാട്ടിന്റെ ചാർജർ രണ്ട് ഫോണിലും V70 ഉണ്ട്, V70 Liteലും നൽകിയിട്ടുണ്ട്. ക്യാമറ അല്ലേ, വിവോയുടെ ഫോണുകൾ എപ്പോഴും ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് അതിന്റെ ക്യാമറയിലാണ്. ഈ രണ്ട് സ്മാർട്ട് ഫോണുകളുടെയും ക്യാമറ സെറ്റപ്പ് ഏകദേശം സെയിം തന്നെയാണ്. ബാക്കിൽ 3 ക്യാമറകളുണ്ട്. 50 മെഗാ പിക്സലിൽ ഒരു പ്രൈമറി ക്യാമറ, അതുപോലെ തന്നെ 50 മെഗാ പിക്സലിൽ ഒരു 3x ടെലിഫോട്ടോ സൂം ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു സെൻസർ, പിന്നെ 8 മെഗാ പിക്സലിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ്. ഈ ഒരു ഫോണിന്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ടോട്ടലി ഈ ഒരു ഫോണിന്റെ ക്യാമറ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോകളും വീഡിയോകളും എല്ലാം അടിപൊളിയാണ്. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ ഇതിനകത്ത് പോർട്രേറ്റ് ഫോട്ടോകൾ ഒരു രക്ഷയുമില്ല. അതുപോലെ ഇതിന്റെ ബാക്ക് ക്യാമറ ഫോട്ടോകൾ അതും സൂപ്പറാണ്. എസ്പെഷ്യലി ലോ ലൈറ്റ് ഫോട്ടോകളും ലോ ലൈറ്റ് സെൽഫിയും അടിപൊളിയായിട്ട് വരുന്നുണ്ട്. എനിക്ക് ഈ കാണുന്ന ലോ ലൈറ്റ് സെൽഫികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഈ പറഞ്ഞ പോലെ ഒരു ലോ ലൈറ്റിൽ സെൽഫി ഫോട്ടോകളൊക്കെ എടുത്താൽ ഇത്രയും നല്ല ഇതായിട്ട് പല ഫോണിലും വരാറില്ല. പക്ഷേ ഇതിനകത്ത് ലോ ലൈറ്റ് സെൽഫിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്നാൽ സെൽഫിയിലെ ലോ ലൈറ്റ് വീഡിയോ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നി. അതുപോലെ സെൽഫി ലോ ലൈറ്റ് ഫോട്ടോ ഈ പറഞ്ഞ പോലെ വീഡിയോ പോലെയല്ല, കുറച്ചുകൂടി ബെറ്റർ ആണ് ഫോട്ടോ. അതുപോലെ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്ക് ക്യാമറയിൽ നിന്നുള്ള വീഡിയോകൾ നല്ല സ്റ്റേബിൾ ആണ്. എസ്പെഷ്യലി ഇതിനകത്ത് ഈ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്റ്റേബിൾ ഫുട്ടേജ് തന്നെയാണ് ലഭിക്കുന്നത്. ഇത് ബാക്ക് ക്യാമറ 4K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഷേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് 100x വരെ സൂം ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാം. പക്ഷേ 100xലൊക്കെ എടുക്കുന്ന ഫോട്ടോകൾ അത്ര കണ്ട് യൂസബിൾ ഒന്നും ആവില്ല. ഈ കാണുന്ന കൊക്കിന്റെ ഫോട്ടോ അത് 100xൽ സൂം ചെയ്തെടുത്താണ്. കൊക്കാന്ന് പോലും പറയത്തില്ല അത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ 100x സൂം എന്ന് പേരിനുണ്ടെങ്കിലും അത്രയും ഒരു ക്വാളിറ്റി സൂം ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നില്ല. ഒരു 10x വരെയൊക്കെ ഓക്കെയാണ്. സെൽഫി ക്യാമറ 4K 30 FPS ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നടക്കാം, ഷേക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയുക. നടന്നുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മികച്ച ഒരു ക്യാമറ പെർഫോമൻസ് നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് വിവോ V70 Lite എങ്കിലും എനിക്കിതിനകത്ത് ക്യാമറയിൽ പറയാവുന്ന ഒരു ചെറിയ കുറ്റമെന്ന് പറയുന്നത് നമുക്ക് സെൽഫി ക്യാമറയിലും നോർമൽ സെൻസറിലും ടെലിഫോട്ടോ ക്യാമറയിലും വരെ 4K 60 FPS ഉണ്ടെങ്കിലും ഇതിന്റെ വൈഡ് ആംഗിൾ ക്യാമറ വെറും ഒരു 8 മെഗാ പിക്സൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഫുൾ HD 30 FPS വീഡിയോകൾ മാത്രമേ ഈ ഒരു വൈഡ് ആംഗിൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതൊരു ചെറിയ കുറവ് തന്നെയാണ്. എസ്പെഷ്യലി ഒരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫോണാണ്. അതിനകത്ത് നമുക്ക് 4K ഷൂട്ട് സാധ്യമാകാത്തത് ഇതിനകത്തൊരു കുറവായി തന്നെ പറയേണ്ടി വരും. സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 50 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും 4K 60 ഉണ്ട്. അപ്പോൾ വൈഡ് ആംഗിൾ ഒഴികെ ബാക്കി എല്ലാ ക്യാമറകളിലും 4K 60 FPS ഈ ഒരു ഫോണിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ വീഡിയോകൾ എടുക്കുമ്പോൾ മികച്ച സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് 16 ആണ്. വിവോയുടെയും അതുപോലെ ഐക്യുവിന്റെയും യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ഒറിജിനൽ OS 6 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോളിസിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 4+6 years ആണ്. അതായത് 4 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്. നിലവിൽ ആൻഡ്രോയിഡ് 16 ആണ്. ആൻഡ്രോയിഡ് 20 വരെ ലഭിക്കും. അതുപോലെ 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ ലഭിക്കും. ഫോണിനകത്തുള്ള ബ്ലോട്ട് വൈസുകളെ പറ്റി പറഞ്ഞാൽ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് അങ്ങനെയുള്ള റെക്കമെൻഡേഷൻ ഇല്ല. എന്നാൽ ചെറിയ ചില ബ്ലോട്ട് വൈസുകൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ഗെയിം ഉണ്ട്, അതുപോലെ ഒരു സ്നാപ്ചാറ്റ്, സ്പോട്ടിഫൈ, ഫോൺ പേ തുടങ്ങിയ വളരെ കുറച്ച്, ഒരുപാടൊന്നും ഇല്ല എന്തായാലും വളരെ കുറച്ച്. ഇതാണ്ട് ഈവൻ കാൻഡി ക്രഷ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കാൻഡി ക്രഷ് ഇതാണ്ട് അടുത്തൊരു ഗെയിം ഇല്ല. കുറച്ച് ബ്ലോട്ട് വൈസ് എന്തായാലും ഈ ഒരു ഫോണിനകത്ത് ഉണ്ട്. ഈ പ്രൈസ് പോയിന്റിലെ ഫോണുകൾ ബ്ലോട്ട് വൈസ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു ഒറിജിനൽ OSനകത്ത് നമുക്ക് കോൾ റെക്കോർഡിംഗ് സാധ്യമാണ്. അങ്ങനെ തലക്കിൽ വിളിച്ച് പറയാതെയുള്ള കോൾ റെക്കോർഡിംഗ് സാധ്യമാണ്. മാത്രമല്ല ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീൻ കോളർ ID നമുക്ക് കാണിക്കും, നമ്മൾ ഫോട്ടോ കോൺടാക്റ്റിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ബ്ലൂടൂത്ത് വെർഷൻ 5.4 നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിനകത്ത് IP68, IP69 സർട്ടിഫിക്കേഷനും നൽകിയിട്ടുണ്ട്. അതുപോലെ നല്ല ഓഡിയോ ക്വാളിറ്റി തന്നെ ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കറുകളാണ്. അതുപോലെ NFC സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അതും ഓക്കെയാണ്. അപ്പോൾ ഈ രണ്ട് കളറാണ് വിവോ V70 Liteനും വിവോ V70ക്കും ഉള്ളത്. എനിക്ക് അതിനകത്ത് പേഴ്സണലി ഇത് ഈ ഒരു കളറാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ കുറവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വൈഡ് ആംഗിൾ ഫുൾ HD മാത്രമേ ഉള്ളൂ. 4K റെസൊല്യൂഷൻ സപ്പോർട്ട് ഇല്ല എന്നുള്ളത് ഒരു കുറവാണ്. വയർലെസ് ചാർജിങ് ഈ പ്രൈസ് പോയിന്റിൽ വരുന്നില്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം. eSIM സപ്പോർട്ട് ഇല്ല എന്നുള്ളത് ഒരു കുറവായിട്ട് പറയാം. അതുപോലെ തന്നെ ഇതിന്റെ റിഫ്രഷ് റേറ്റ് അത് 120 Hz റിഫ്രഷ് റേറ്റ് ആണെങ്കിലും LTPO അല്ല. ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് അത് USB 2 ആണ് എന്നുള്ളതും ഒരു കുറവായി പറയാം. മറ്റൊരു കുറവ് പറയുകയാണെങ്കിൽ പെർഫോമൻസ്, അതായത് നിങ്ങൾക്ക് ഈ പ്രൈസ് പോയിന്റിൽ ഇതിന് മികച്ച പെർഫോമൻസ് നൽകുന്ന സ്മാർട്ട് ഫോണുകളുണ്ട്. പക്ഷേ അതിന്റെ ഒന്നും ക്യാമറ ഒരുപക്ഷെ ഇത്രയും വരില്ല. അതുപോലെ ഇതിന്റെ ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8GB റാമിലാണ്. ഈ പ്രൈസ് പോയിന്റിലുള്ള പല ഫോണുകളിലും 12GB റാമാണ് ബേസ് വേരിയന്റിൽ ലഭിക്കുന്നത് എന്നുള്ളതും ഓർമ്മ വേണം. അടുത്തായിട്ട് ഇതിന്റെ ഒരു പ്രൈസിംഗ് ആണ്. സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു സ്മാർട്ട് ഫോണുകളുടെയും പ്രൈസ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം കഴിഞ്ഞ സീരീസിൽ നിന്നും പുതിയ സീരീസിലേക്ക് വരുമ്പോൾ ബ്രാൻഡുകൾ വില റോക്കറ്റ് വിടുന്നതൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിന്റെ പ്രൈസ് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്നെ സംബന്ധിച്ച്. അതുപോലെ കഴിഞ്ഞ വിവോ V60യുടെ വില നിലവിൽ 37,000 രൂപയാണ്. വിവോ V60 ഇവിടെ വരുമ്പോൾ വിവോ V70 Lite എഡിഷനിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ പേരിനോടൊപ്പം ഒരു എലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും പ്രൈസ് ഈ പറഞ്ഞ 37,000 നിന്നൊക്കെ കൂടും. അറൗണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ ഒരു വിവോ V70ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വില എന്ന് പറയുന്നത് എന്തായാലും 50,000 മുകളിലാകാനാണ് സാധ്യത. എന്തായാലും ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അടിപൊളിയാണ്. ഡിസൈൻ വൈസ് സൂപ്പറാണ്. അതുപോലെ ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. അതുപോലെ ബാറ്ററി നല്ല ഒരു ബാറ്ററി സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസ് ഇതിൽ നിന്നും ബെറ്റർ പെർഫോമൻസുള്ള വേറെ ഫോണുകളുണ്ട് ഈ പ്രൈസ് പോയിന്റ്. അപ്പോൾ ബാക്കി കുറവുകൾ ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഓരോ പ്രോഡക്റ്റിന്റെയും വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും
വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.